വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ തളിപ്പറമ്പ് ആടിക്കുംപാറയിൽ കുന്നിടിക്കലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കൂറ്റൻ ജലസംഭരണിക്ക് സമീപത്തുള്ള കുന്നിടിക്കൽ വലിയ ദുരന്തമുണ്ടാക്കുമെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. തളിപ്പറമ്പ് നഗരസഭയിലെ ഉയരം കൂടിയ പ്രദേശമാണ് ആടിക്കുംപാറ. ജലവിഭവ വകുപ്പിന്റെ കൂറ്റൻ ജലസംഭരണിയും ഇവിടെയാണുള്ളത്. അടുത്ത കാലത്താണ് ജലസംഭരണിയോട് ചേർന്ന സ്ഥലങ്ങൾ സ്വകാര്യ വ്യക്തി ഹൌസ് പ്ലോട്ടാക്കി വിറ്റു തുടങ്ങിയത്. ഒരേക്കറിലധികം സ്ഥലം ഇതിനോടകം തന്നെ വിറ്റു. ചരിഞ്ഞിരുന്ന പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്ത് തട്ടുകളാക്കിയായിരുന്നു വിൽപ്പന. ഇതോടെ ഒട്ടേറെ വീടുകൾ ഇവിടെ നിർമ്മിക്കുകയും ചെയ്തു. ജലസംഭരണിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗം ഇടിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രദേശവാസികൾ എതിർപ്പുമായി എത്തിയത്. ലക്ഷക്കണക്കിന് ലിറ്റർ സംഭരണശേഷിയുള്ളതാണ് ഇവിടത്തെ ഈ സംഭരണി. തൂണുകൾക്ക് സമീപം മണ്ണിടിക്കുന്നത് സംഭരണിയുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് നാട്ടുകാർ ഭയപ്പെടുന്നു. ഒരു മതിൽ പോലും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. തുറന്നിട്ട് ഒരു ഏകദേശം നോക്കിയാൽ മനസ്സിലാവും, ഒരു 5 മീറ്ററോളം ഉയരത്തിൽ ഇടിച്ച് താത്തിയിട്ടുണ്ട്. ഇനി ഇത്രയും ലിറ്റർ വെള്ളമുള്ള ഈ ടാങ്കിക്ക് തീർത്തും അപകടാവസ്ഥയിലായി ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. മണ്ണിടിക്കലിനെതിരെ നഗരസഭയ്ക്കും റവന്യൂ വകുപ്പിനും പോലീസിനും പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ജീവിക്കുമ്പോൾ സുരക്ഷിതമായി ജീവിക്കണം. ഇത് ഭയാനകമായ അവസ്ഥയിലുള്ളത് കാണുമ്പോൾ പേടിയാണ്. അപ്പോൾ നമുക്ക് ഫാമിലിയൊക്കെ ഉള്ളതാണ്, ഭാര്യ മക്കളൊക്കെ ഉള്ളതാണ്. അവർക്ക് ഈ അവസ്ഥ കാണുമ്പോൾ വല്ലാണ്ട് ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിനെതിരെ ആരില്ലെങ്കിലും ഒറ്റക്കാലും ഇത് ഉണർന്ന് ഞാൻ പ്രവർത്തിക്കും. കേസെടുക്കുമെന്ന് ഭീഷണിയുള്ളതിനാൽ പലരും പ്രതിഷേധം അവസാനിപ്പിച്ച് പിന്മാറിയെന്ന് പ്രദേശവാസി പറയുന്നു. ഇപ്പോൾ ഒരു 4-5 ഗുണ്ടകളൊക്കെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വരവ്. കാരണം ഇതിൽ പ്രതികരിച്ച അഷ്റഫ് ആദ്യം നമ്മളെല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നു. പിന്നെ പോലീസുകാർ വന്നിട്ട് നമ്മളെ വീട്ടിൽ കേസെടുക്കുന്നുണ്ട്. നമ്മളവിടെ നിന്ന് മാറിക്കുക. കാരണം നമ്മൾ രാവിലെ ജോലിക്ക് പോയാൽ രാത്രി വരുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും കേസ് കുടിക്കാൻ നമ്മൾ കുടുംബം അത് വെച്ച് നമ്മൾ മാറിയുന്നു. നിശ്ചിത അകലം പാലിക്കാതെയുള്ള മണ്ണെടുപ്പ് സംഭരണിയുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നും ഇവർ ആശങ്കപ്പെടുന്നു. അതേസമയം നിയമപരമായാണ് മണ്ണെടുക്കുന്നതെന്നാണ് സ്ഥലം ഉടമയുടെ അവകാശവാദം. സംഭവം വിവാദമായതോടെ ആർഡിഒയുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. ന്യൂസ് 18 തളിപ്പറമ്പ്. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ കോഴിക്കോട് വടകര ജില്ലാ ആശുപത്രി. ജില്ലാ ആശുപത്രിയായി ഉയർത്തിയിട്ട് വർഷങ്ങളായെങ്കിലും ഇപ്പോഴും പഴയ നിലയിലാണ് പ്രവർത്തനമെന്നാണ് പരാതി. വിദഗ്ധ ഡോക്ടർമാരുടെ കുറവ് പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. വടകര ജില്ലാ ആശുപത്രിയിൽ മുൻപ് ഒരു മാസം 59,000-ഓളം പേരാണ് OPയിലെത്തിയിരുന്നത്. എന്നാൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ OPയിലെത്തിയ രോഗികളുടെ എണ്ണം 29,000-ആയി കുറഞ്ഞു. വടകര താലൂക്കിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണിത്. എന്നാൽ ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടാകേണ്ട ഡോക്ടർമാരും രോഗികളുമേയുള്ളൂ. എല്ല് രോഗ ചികിത്സയ്ക്കും മറ്റും ഡോക്ടർമാരുടെ അഭാവം മൂലം രോഗികൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകേണ്ട സ്ഥിതിയാണ്. നേത്രരോഗ വിഭാഗത്തിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ല. നഴ്സുമാരുടെ ഒഴിവും ആശുപത്രിയിലുണ്ട്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രക്ഷോഭ രംഗത്തിറങ്ങാൻ വിവിധ രാഷ്ട്രീയ കക്ഷികൾ തീരുമാനിച്ചു കഴിഞ്ഞു. വടകര ജില്ലാ ആശുപത്രി എന്ന് പറഞ്ഞാൽ വടകര താലൂക്കിലെ ആയിരക്കണക്കിന് പാവപ്പെട്ട രോഗികളുടെ ആശ്രയ കേന്ദ്രമാണ് വടകര ജില്ലാ ആശുപത്രി. നമ്മൾ ജില്ലാ ആശുപത്രിയായിട്ട് നമ്മൾ 2011 വടകര താലൂക്ക് ആശുപത്രി ഉയർത്തപ്പെട്ടെങ്കിലും ജില്ലാ ആശുപത്രി ഉയർത്തപ്പെട്ടെങ്കിലും അതിന് താലൂക്ക് ഹോസ്പിറ്റലിന്റെ സ്റ്റാഫ് പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും ജില്ലാ ആശുപത്രി നിലവിലുള്ളത്. ആശുപത്രിയിൽ കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കി വിവിധ വികസന പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. എന്നാൽ കെട്ടിടങ്ങൾ ഉയർന്നതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കാൻ കൂടുതൽ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് 18 വടകര. തിരുവനന്തപുരം നാവായിക്കുളം പലവക്കോട്ടെ പീപ്പിൾസ് തൊഴിൽ യൂണിറ്റ് അടഞ്ഞ നിലയിൽ. നിരവധി പേർക്ക് തൊഴിൽ നൽകേണ്ട സ്ഥാപനമാണ് 12 വർഷമായി അടഞ്ഞുകിടക്കുന്നത്. ലക്ഷങ്ങൾ വില വരുന്ന യന്ത്രസാമഗ്രികൾ വെറുതെ കിടന്ന് നശിക്കുകയാണ്. മാർക്കറ്റിംഗിലെ പരാജയമാണ് പീപ്പിൾസ് തൊഴിലാളി യൂണിറ്റിന് തിരിച്ചടിയായത്. 2008 നാവായിക്കുളം സർവീസ് സഹകരണ ബാങ്ക് കെട്ടിടത്തിലാണ് അച്ചാർ നിർമ്മാണ യൂണിറ്റിനായി പ്രവർത്തനം ആരംഭിച്ചത്. 1 വർഷത്തോളം അച്ചാറും പലഹാരങ്ങളും നിർമ്മിച്ച് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. 2010 ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും കെട്ടിട നിർമ്മാണത്തിന് 5 ലക്ഷം രൂപ അനുവദിച്ചു. മരുതിക്കുന്ന് തോളൂർ മാർക്കറ്റിനുള്ളിൽ പഞ്ചായത്ത് ഭൂമിയിലെ 10 സെന്റിൽ കെട്ടിടം നിർമ്മിച്ച് യൂണിറ്റിന്റെ പ്രവർത്തനം അവിടേക്ക് മാറ്റി. ഉദ്ഘാടനത്തിന് ശേഷം 6 മാസം മാത്രമാണ് യൂണിറ്റ് പ്രവർത്തിച്ചത്. പഞ്ചായത്തിലെ കുടുംബശ്രീയിൽ നിന്നും തെരഞ്ഞെടുത്ത 25ഓളം വനിതകൾക്ക് സ്വയം തൊഴിൽ നൽകുന്നതിനുള്ള പരിശീലനവും നൽകി. യന്ത്രസാമഗ്രികൾ വാങ്ങുന്നതിനുള്ള നടപടികൾ ജില്ലാ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ നടന്നു. യന്ത്രങ്ങൾ ഫിറ്റ് ചെയ്ത് 6 മാസം അച്ചാർ നിർമ്മാണം നടന്നുവെങ്കിലും അതിന് വിപണി കണ്ടെത്തി വിൽക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് യൂണിറ്റിന്റെ പ്രവർത്തനം നിലച്ചു. ലക്ഷങ്ങൾ വില വരുന്ന യന്ത്രങ്ങളും കെട്ടിടങ്ങളും ഇപ്പോൾ വെറുതെ കിടന്ന് നശിക്കുകയാണ്.
യൂണിറ്റിന്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് യാതൊരു നടപടിയും അധികൃതർ കൈക്കൊണ്ടില്ല. നാട്ടിലെ പ്രധാന പ്രദേശത്ത് അംഗൻവാടിയോട് ചേർന്നുള്ള ബിൽഡിംഗ് ജനോപകാരപ്രദമായ എന്തെങ്കിലും സ്ഥാപനമാക്കി പ്രവർത്തനം തുടങ്ങണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആവശ്യം. കൂടാതെ അച്ചാർ യൂണിറ്റിന്റെ പേരിൽ വൻ അഴിമതി നടന്നിട്ടുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് 18 നാവായിക്കുളം. കണ്ണൂർ മൊകേരിയിൽ വെള്ളരി കൃഷിയിടങ്ങളിൽ പടരുന്ന അജ്ഞാത രോഗം കർഷകർക്ക് ഭീഷണിയാകുന്നു. വിഷുവിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ കർഷകരാണ് പ്രതിസന്ധിയിലായത്. മൊകേരി കൂരാറ വയലിൽ കൃഷിയിറക്കിയ 70ഓളം കർഷകരാണ് പ്രതിസന്ധിയിലായത്. പാകമായ വെള്ളരി വിണ്ടുകീറി പൂർണ്ണമായും ഉപയോഗശൂന്യമാവുകയാണ്. വെള്ളരി കൃഷിയിൽ ഇങ്ങനെയൊരു തിരിച്ചടി ഇത് ആദ്യമായാണെന്ന് കർഷകർ പറയുന്നു. ഇപ്രാവശ്യം നട്ട വെള്ളേരി വളരെയധികം ഇതായിട്ട് നോക്കുമ്പോൾ വളരെയധികം വെള്ളേരി കഴിച്ചിരുന്നു. പക്ഷെ എന്തോ വിത്തിൻ്റെ തരക്കേടോ അല്ലെങ്കിൽ മറ്റെന്തോ തരക്കേടോ കൊണ്ടോ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. എന്തുതരം രോഗമാണ് വെള്ളരിയെ ബാധിച്ചത് എന്ന് കർഷകർക്ക് വ്യക്തമായിട്ടില്ല. പതിവിലും കൂടുതൽ ചൂടുള്ള കാലാവസ്ഥ രോഗവ്യാപനത്തിന് കാരണമാണോ എന്നും സംശയമുണ്ട്. ഏതായാലും കൃഷിക്ക് മുടക്കിയ തുക തിരിച്ചു കിട്ടില്ല എന്ന് വ്യക്തമായ സ്ഥിതിക്ക് പ്രതിസന്ധി മറികടക്കാൻ വഴികൾ ആലോചിക്കുകയാണ് കർഷകർ. ന്യൂസ് 18 കണ്ണൂർ. ഭർത്താവിന്റെ ആകസ്മിക മരണത്തിന്റെ വേദന മാറും മുൻപ് താൻ ക്യാൻസർ ബാധിതയാണ് എന്നറിഞ്ഞതോടെ തീരാ ദുഃഖത്തിലായി ഒരു കുടുംബം. ഇടുക്കി പണിക്കൻകുടി സ്വദേശി കലാരാജേഷാണ് ചികിത്സയ്ക്ക് മാർഗമില്ലാതെ ദുരിതം അനുഭവിക്കുന്നത്. ക്യാൻസർ ബാധിച്ചതോടെ ജീവൻ തിരിച്ചുപിടിക്കാൻ സുമനസുകളുടെ സഹായം തേടുകയാണ് ഇടുക്കി പണിക്കൻകുടി പുൽപ്രക്കുടിയിലെ കല. ഭർത്താവ് രാജേഷ് 6 മാസം മുൻപ് മരിച്ച ദുഃഖത്തിൽ നിന്നും മോചിതയാകും മുമ്പെയാണ് 39-കാരിയായ കല ക്യാൻസർ രോഗബാധിതയാണെന്നറിയുന്നത്. പറക്കമുറ്റാത്ത 4 കുഞ്ഞുങ്ങളുമായി കഴിയുന്ന ഈ വീട്ടമ്മയ്ക്ക് 1 മാസം മുൻപാണ് ഗർഭാശയ ക്യാൻസർ സ്ഥിരീകരിച്ചത്. എന്റെ ഭർത്താവ് മരിച്ചിട്ട് 6 മാസമായി. അതിൻ്റെ ഇടയ്ക്കാണ് ഇതുപോലൊരു അസുഖം വന്നത്. ഈ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഇതിനോടകം തന്നെ 50,000 മുകളിലായി. ഇനി ഇവിടെ തുടർന്നുള്ള ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെയൊക്കെ സഹായം ആവശ്യമുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ചികിത്സ. ഇതിനകം ഒരു കീമോതെറാപ്പി കഴിഞ്ഞു. തുടർ ചികിത്സയ്ക്കായി മാർഗമില്ലാതെ ഈ കുടുംബം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. 13 വയസ്സ് മുതൽ 1.5 വയസ്സ് വരെ പ്രായമുള്ള 4 മക്കളാണ് കലയ്ക്കുള്ളത്. ചികിത്സയ്ക്കായി വലിയൊരു തുക ഇതിനോടകം ചെലവായി. 3 ദിവസത്തിലൊരിക്കൽ സ്വകാര്യ ആശുപത്രിയിലെത്തി വയറിൽ നിന്നും വെള്ളം കുത്തിയെടുത്ത് മാറ്റണം. ചികിത്സയിലായിരുന്നു. തുടർന്ന് 4 കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് പറ്റാവുന്ന സഹായങ്ങൾ നിങ്ങളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി 1.5 വയസ്സായ ഇളയ കൊച്ചുണ്ട്. ഈ കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് സുഖമില്ലാത്തതാണ്. ഇത്രയും നാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി നിങ്ങളുടെ കാരുണ്യത്തിൽ സഹായം തേടുന്നു. കുടുംബത്തിന്റെ ചെലവുകൾക്ക് പോലും നിവൃത്തിയില്ലാതെ ദുരിതം അനുഭവിക്കുന്ന കലയും മക്കളും ജീവിതം തിരികെ പിടിക്കാൻ സന്മനസ്സുള്ളവരുടെ സഹായം തേടുകയാണ്. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷിനി സജീവന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ നിധി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. SMA രോഗബാധയായ കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി 16 കോടി രൂപ കണ്ടെത്താൻ നാടൊരുമിക്കുന്നു. പാലക്കാട് ഷൊർണൂർ കള്ളിപ്പാടം സ്വദേശി ലിജു നിത ദമ്പതികളുടെ 1.5 വയസ്സ് കഴിഞ്ഞ പെൺകുഞ്ഞിന്റെ ചികിത്സയ്ക്കാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയത്. 2 മാസത്തിനുള്ളിലാണ് ഇത്രയധികം തുക ചികിത്സയ്ക്കായി കണ്ടെത്തിയത്. ഗൗരി ലക്ഷ്മി ഷൊർണൂർ കള്ളിപ്പാടം സ്വദേശി ലിജുവിന്റെയും നിതയുടെയും ഏകമകൾ. ഏറെ വൈകിയാണ് ഗൗരിലക്ഷ്മി സ്പൈനർ മസ്കുലാർ അട്രോഫി എന്ന അപൂർവ രോഗത്തിന് ഇരയാണെന്ന കാര്യം വീട്ടുകാർ അറിയുന്നത്. ജനിച്ചപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന കുഞ്ഞ് 1.5 വയസ്സ് കഴിഞ്ഞിട്ടും ഇരിക്കുകയോ മുട്ടിൽ നടക്കുകയോ ചെയ്യാതെ വന്നതോടെയാണ് ബംഗളൂരിൽ വിദഗ്ധ പരിശോധന നടത്തിയത്. പരിശോധനയിൽ ജനിതക രോഗമായ SMA ആണെന്ന് കണ്ടെത്തി. 2 വയസ്സിനുള്ളിൽ മരുന്ന് കുത്തിവെച്ചാൽ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് ഡോക്ടർമാർ പറയുന്നു. 2 മാസം കൂടി കഴിഞ്ഞാൽ ഗൗരിലക്ഷ്മിക്ക് 2 വയസ്സാകും. അതിനുള്ളിൽ 16 കോടി കണ്ടെത്തണം. അതിനാണ് ഈ കുഞ്ഞിന്റെ കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുന്നത്. എൻ്റെ മോൾക്കിപ്പോൾ സാധാരണ ഡെലിവറി വൈഫ് അവിടെ വെച്ചിട്ടാണ് ഡെലിവറി കഴിഞ്ഞത്. അപ്പോൾ നോർമൽ ഡെലിവറി ആയിരുന്നു. അവിടെ അങ്ങനെ ഞാൻ കുട്ടിയും നോർമൽ വെയിറ്റൊക്കെ ഉണ്ട്. 2,900 അങ്ങനെ അത്ര നല്ല വെയിറ്റാണ്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അത്രയും കുഴപ്പമില്ല. കുട്ടി വളർന്നു. ഇപ്പോൾ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ കഴുത്ത് ഉറച്ചു. ആ സമയത്ത് തന്നെ കഴുത്ത് ഉറച്ചു. പിന്നെ നീന്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച്. അതൊക്കെ നോർമൽ. അതേ സമയത്ത് തന്നെ അതൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് കുട്ടി കുറേ കഴിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നില്ല.
അപ്പോൾ പിന്നെ അപ്പോഴും നമ്മളൊന്ന് സംശയിച്ചിരുന്നു, കുറച്ച് ലേറ്റ് ആവുന്നുണ്ടല്ലോ എന്താണെന്നുള്ളത് അന്വേഷിച്ചായിരുന്നു. പിന്നെ അത് നോർമൽ, കുഴപ്പമില്ല എന്നുള്ളതിൽ പറഞ്ഞിരുന്നു ഡോക്ടേഴ്സൊക്കെ. വാണിയംകുളത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരനാണ് ലിജു. ഒരു കൈയിന് ശേഷിക്കുറവുണ്ട്, മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല. ലിജുവിൻ്റെയും കുടുംബത്തിൻ്റെയും അവസ്ഥയറിഞ്ഞ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. വാണിയംകുളത്തുള്ള പി.കെ. ദാസ് ഹോസ്പിറ്റലാണ് ചികിത്സ തുടങ്ങിയത്. പിന്നീട് ബാംഗ്ലൂരിൽ പോയി ടെസ്റ്റെല്ലാം നടത്തി. അതിൻ്റെ ഭാഗമായി അതിൻ്റെ മരുന്നിന് ഏതാണ്ട് 16 കോടിയോളം രൂപ വില വരും. കുറച്ചു കാലം മുമ്പ് സമാന രോഗമുള്ള കുഞ്ഞുങ്ങൾക്കായി മലയാളികൾ ഒരുമിച്ചപ്പോൾ ആവശ്യമുള്ള തുക കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. ഗൗരിലക്ഷ്മിക്ക് വേണ്ടിയും സുമനസ്സുകൾ സഹായിക്കും എന്ന പ്രതീക്ഷയാണ് ഇവർക്ക്. ന്യൂസ് 18 പാലക്കാട്. മൂന്നാർ കല്ലാർ പുതുക്കാട് എസ്റ്റേറ്റിൽ പുലിയുടെ ആക്രമണത്തിൽ നിന്ന് തൊഴിലാളി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പശുവിന് പുല്ല് മുറിക്കുന്നതിനിടെയാണ് പുലി തൊഴിലാളിയായ സേലരാജനെ ആക്രമിച്ചത്. ഉച്ചത്തിൽ നിലവിളിച്ചതോടെ പുലി സമീപത്തെ കാട്ടിലേക്ക് ഓടിമറഞ്ഞു. പുലിയുടെ നഖം കൊണ്ട് മുതുകിൽ ആഴത്തിലുള്ള മുറിവുകളോടെ സെലരാജ് മൂന്നാർ ടാറ്റ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതോടെ ഭീതിയിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. പട്ടാമ്പി നേർച്ച വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ 2 വർഷത്തിന് ശേഷമാണ് ആഘോഷമായി നേർച്ച കൊണ്ടാടുന്നത്. ഇന്നലെ രാവിലെ നേർച്ചയ്ക്ക് തുടക്കം കുറിച്ചുള്ള കൊടിയേറ്റം നടന്നു. കൊടിയേറ്റത്തിന് മുന്നോടിയായി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉപഘോഷ കമ്മിറ്റികൾ യാറാത്തിന് പരിസരത്തെത്തി. തുടർന്ന് പാരമ്പര്യ അവകാശികളും നേർച്ച കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് കൊടിയേറ്റം നടത്തി. മുഹമ്മദ് മുഹ്സിൻ MLA, നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി, ജനപ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. വൈകിട്ട് ഉപഘോഷ കമ്മിറ്റികൾ മേലെ പട്ടാമ്പിയിൽ സംഗമിച്ചു. തുടർന്ന് നഗരത്തിൽ നഗരപ്രദക്ഷിണ മതസൗഹാർദ്ദ ഘോഷയാത്ര നടന്നു. കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് TK രാമചന്ദ്രൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് CS ശിവകുമാർ, ട്രഷറർ ഹനീഫ മാണു എന്നിവർ നേതൃത്വം നൽകി. നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്മാർ, വാദ്യഘോഷങ്ങൾ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി. നേർച്ചയുടെ ഭാഗമായി നഗരത്തിൽ വൈകിട്ട് 3 മണി മുതൽ ഗതാഗത നിയന്ത്രണമുണ്ടായി. ന്യൂസ് 18 പട്ടാമ്പി. വീണ്ടും വാർത്തകളിലേക്ക്. ഓഫ് റോഡ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേക ഓഫ് റോഡ് ട്രാക്ക് ഒരുക്കി തിരുവനന്തപുരത്തെ ജീപ്പേഴ്സ് ക്ലബ്ബ്. വിളപ്പിൽശാല കടമ്പു എസ്റ്റേറ്റിലാണ് ഓഫ് റോഡ് ട്രാക്കിലെ സാഹസിക യാത്ര. സാഹസിക യാത്രകളെ പ്രണയിക്കുന്നവർക്ക് തിരുവനന്തപുരത്ത് ഒരു ഓഫ് റോഡ് ട്രാക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. വെളുപ്പിശാലയിലെത്തിയാൽ ഈ ട്രാക്കിലെ കാഴ്ചകൾ കാണാം. വിളപ്പിശാല കടമ്പു എസ്റ്റേറ്റിലാണ് ഓഫ് റോഡ് സാഹസിക ഇവന്റ് നടത്തിയത്. പ്രത്യേകം തയ്യാറാക്കിയ 4 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള ദുർഘടമായ പാത. പാതയിൽ നിറയെ വലിയ കുണ്ടും കുഴികളും. ഡ്രൈവിംഗ് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഓഫ് റോഡ് ട്രാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. കുടുംബസമേതം ആസ്വദിക്കാവുന്ന തരത്തിലായിരുന്നു ജീപ്പേഴ്സ് ക്ലബിന്റെ പരിപാടി. ട്രിവാൻഡ്രത്ത് ഒരു ഓഫ് റോഡ് ട്രാക്ക് എന്ന് പറയുന്നത് ആദ്യമാണ്. ട്രിവാൻഡ്രത്ത് അങ്ങനെ ഒരു സംഭവമില്ല. പൊതുവേ സെൻട്രൽ കേരള ആൻഡ് നോർത്ത് കേരളയാണ് ഏറ്റവും കൂടുതൽ ഓഫ് റോഡ് കോമ്പറ്റീഷൻസും അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങോട്ടാണ്. ഇങ്ങോട്ട് ഇങ്ങനെയില്ല. ട്രിവാൻഡ്രത്ത് ഓഫ് റോഡ് ട്രാക്ക് ഫസ്റ്റ് ചെയ്യുന്നത് ട്രിവാൻഡ്രം ജീപ്പേഴ്സാണ്. 4 വീൽ ഡ്രൈവ് വാഹനങ്ങളാണ് ട്രാക്കിൽ ഓടിക്കാനാകുന്നത്. വണ്ടി നേരത്തെ ഉപയോഗിക്കുന്നെങ്കിലും ഇത് റോഡിൽ ഓടിച്ചുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത് ട്രൈ ചെയ്തപ്പോൾ ഇതൊരു വളരെ എന്താ പറയുക, ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണത്. ട്രാക്ക് എക്സ്പീരിയൻസ് സൂപ്പറാണ്.
നോർമലി നമ്മൾ ഇത്രയും വലിയൊരു ടെറൈൻ നമുക്ക് കിട്ടാറില്ല. പല ഡിഫറെന്റ് ടെറൈൻ ഉണ്ട് ഇവിടെ. അപ്പൊ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുമ്പം ഇപ്പൊ ഇങ്ങനത്തെ ഒരു വണ്ടി കൊണ്ട് നടന്നിട്ട് നമുക്ക് നോർമലി ഹൈവേയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം എത്രത്തോളം ഹഡിൽസും എത്രത്തോളം ബുദ്ധിമുട്ടൊക്കെ ഉള്ള റോഡിൽ കൂടെ എങ്ങനെ പോകാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ക്ലബ് അംഗങ്ങൾക്ക് പുറമെ 4x4 വാഹനങ്ങളുള്ളവർക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും പങ്കെടുക്കുവാൻ അവസരം നൽകിയിരുന്നു. ഓഫ് റോഡ് സാഹസികത കൂടുതൽ പേർക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലബ്ബ് സ്വന്തമായി ട്രാക്ക് ഒരുക്കിയത്. ക്യാമറാമാൻ ബിപിൻ മുരളിക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. തുടിതാളം പാരമ്പര്യ ഗോത്രമേളയ്ക്ക് കാസർഗോഡ് തുടക്കമായി. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കലാരൂപങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. 3 ദിവസം നീളുന്ന കലാ സാംസ്കാരിക പ്രദർശന പരിപാടികളാണ് മേളയോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ളത്. പട്ടികവർഗക്കാർ പരമ്പരാഗതമായി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിനും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന അവരുടെ കലാരൂപങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് തുടിതാളം 2022 സംഘടിപ്പിച്ചിരിക്കുന്നത്. 3 ദിവസം നീളുന്ന കലാ സാംസ്കാരിക പ്രദർശന പരിപാടികളാണ് മേളയോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. പട്ടികവർഗത്തിന്റെ ഉന്നമനമാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ഇ ചന്ദ്രശേഖരൻ MLA പറഞ്ഞു. പ്രദർശനമേളയിൽ കലാകാരനോടൊപ്പം തുടികുട്ടി അദ്ദേഹം ഉദ്ഘാടനം നിർവഹിച്ചു. കോളനിവൽക്കരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇന്നത്തെ അവസ്ഥ ഇപ്പോഴും അത് നിലനിൽക്കുകയാണ് പലയിടങ്ങളിലും. ആ അവസ്ഥയിൽ നിന്നൊരു പുതിയ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ജനങ്ങൾക്കും ജീവിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിലേക്ക് കൂടി അതിനെ കൊണ്ടുവരണമെന്ന കാഴ്ചപ്പാടോടുകൂടിയ പ്രവർത്തനമാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുന്നത്. ഉദ്ഘാടന ചടങ്ങിന് ശേഷം മംഗളം കളി, കൊറകനൃത്തം, ശിങ്കാരിമേളം, മറാഠി നൃത്തം തുടങ്ങിയവയും അരങ്ങേറി. മേളയിൽ വിളക്കാട്ടം, അലാമിക്കളി, കൊരമ്പ നൃത്തം, കാളിയാട്ടം, നാടൻ പാട്ടുകൾ തുടങ്ങിയവയും അവതരിപ്പിക്കും. ന്യൂസ് 18 കാസർഗോഡ്. എല്ലാ വീട്ടിലും റേഡിയോ എന്ന പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ ആനയാംകുന്ന് വാർഡ്. എന്റെ ആകാശവാണി എന്ന പദ്ധതിയിലൂടെ 30 വീടുകളിൽ ആദ്യഘട്ടത്തിൽ റേഡിയോ നൽകും. പുതിയ തലമുറയെ റേഡിയോ ശ്രോതാക്കളുടേതാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഒരു കാലത്ത് ചൂട് ചായയ്ക്കൊപ്പം അന്നത്തെ വർത്തമാനങ്ങൾ മലയാളികളിലേക്ക് എത്തിയത് റേഡിയോയിലൂടെയാണ്. കാലത്തിന്റെ കുത്തൊഴുക്കിന് ആധുനികത വേഗം കൂട്ടിയപ്പോൾ നമുക്ക് നഷ്ടമായതിലൊന്നാണ് ഈ യന്ത്രവും അതിലെ പരിപാടികളും. റേഡിയോ പലർക്കും ഇന്ന് ഗൃഹാതുരമായ ഓർമ്മ മാത്രമാണ്. അതിലേക്കുള്ള തിരിച്ചുപോക്കിനാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആനയാംകുന്ന് 11ാം വാർഡ് മെമ്പർ സുനിത രാജൻ നേതൃത്വം നൽകുന്നത്. 30 വീട്ടുകാർക്കാണ് നമ്മൾ റേഡിയോ കൊടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അടുത്ത റേഡിയോ കൊടുക്കുന്ന പരിപാടി തുടങ്ങുന്നതായിരിക്കും. വാർഡിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന 10 പരിപാടികളിലെ 3ാമത്തേതാണ് വിവിധ വീടുകളിൽ റേഡിയോ നൽകുന്ന എന്റെ ആകാശവാണി എന്ന പദ്ധതി. വഴിവിളക്ക് എന്ന പേരിൽ തെരുവിളക്ക് സ്ഥാപിക്കുന്ന പദ്ധതിയും റോഡ് സുരക്ഷയ്ക്കായി വളവുകളിൽ റോഡ് സേഫ്റ്റി മിറർ സ്ഥാപിക്കുന്ന പദ്ധതിയും ഇതിനോടകം നടപ്പാക്കി കഴിഞ്ഞു. 1400 രൂപ വിലയുള്ള റേഡിയോയാണ് 30ഓളം വീടുകളിൽ നൽകുക. എൻ്റെ ആകാശവാണി എന്ന റേഡിയോ വിതരണ പദ്ധതിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രാമത്തെ പഴയ കാലത്തെ സ്മരണകൾ പുതുക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. റേഡിയോ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രായമുള്ളവർക്കും കിടപ്പ് രോഗികൾക്കുമാണ് മുൻഗണന നൽകുന്നതെങ്കിലും പുതിയ തലമുറയെ റേഡിയോയുടെ ശ്രോതാക്കളാക്കുക എന്ന ലക്ഷ്യവും ഇവർക്കുണ്ട്. ഈ 26-ാം തീയതി നടക്കുന്ന ചടങ്ങിൽ റേഡിയോയുടെ വിതരണോദ്ഘാടനം വാർഡംഗം സുനിത രാജൻ നിർവഹിക്കും. ന്യൂസ് 18 കാരശ്ശേരി. അല്ലു അർജുൻ നായകനായ പുഷ്പയിലെ ഹിറ്റ് ഗാനം ക്ലാസ്സിൽ ഒരുമിച്ച് പാടി താരമായിരിക്കുകയാണ് മലപ്പുറത്തെ വിദ്യാർത്ഥികളും അധ്യാപികയും. മലപ്പുറം തുറയ്ക്കൽ HMSA UP സ്കൂളിലെ കുട്ടികളാണ് ക്ലാസ്സിനിടെ ശ്രീവല്ലി ഗാനം പാടിയത്. അധ്യാപികയായ സുമയ്യ സുമം വീഡിയോ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതോടെ നിരവധി പേരാണ് അഭിനന്ദനവുമായി എത്തുന്നത്.
തുറയ്ക്കൽ HMSA UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ശ്രീവള്ളി ഗാനവുമായി സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത്. ഇതിന് പിന്നിൽ അധ്യാപികയായ സുമയ്യ സുമവുമുണ്ട്. ക്ലാസ്സിനിടെ വിദ്യാർത്ഥികൾ പറഞ്ഞ പോയിന്റുകൾ ബോർഡിൽ എഴുതുന്നതിനിടെയാണ് മിൻഹാൻ എന്ന വിദ്യാർത്ഥിയുടെ മൂളിപ്പാട്ട് കേട്ടത്. ആരാണ് പാടിയതെന്ന് അന്വേഷിച്ചപ്പോൾ ടീച്ചറെ, കലാവാസനയുള്ള വിദ്യാർത്ഥികളെ തളർത്തരുതെന്ന രസകരമായ മറുപടിയാണ് മറ്റു കുട്ടികളിൽ നിന്ന് ലഭിച്ചത്. ഇതോടെയാണ് സുമയ്യ എല്ലാവർക്കുമായി പാടാൻ അവസരം നൽകിയത്. പിന്നെ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് പുഷ്പയിലെ ശ്രീവള്ളി എന്ന ഗാനം കുട്ടികൾ പാടിയത്. ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് പാടാൻ അവസരം തരാം, നിങ്ങൾ എഴുതിയെടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞാൽ അങ്ങനെ കലാവാസന നശിപ്പിക്കരുത് ടീച്ചറെ എന്ന് പറഞ്ഞു. തമാശ രൂപേണ ഞാനും മക്കളും അത് തമാശ രൂപേണ എടുത്തു. അപ്പം ഞാൻ അവർക്ക് എന്നാൽ നിങ്ങൾ പാടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പെർമിഷൻ കൊടുത്തു. അങ്ങനെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള ശ്രീവള്ളി ഗാനം ഉണ്ടാകുന്നത്. രസകരമായ സംഭവങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കാറുള്ള സുമയ്യ കുട്ടികളുടെ ഗാനവും പങ്കുവച്ചതോടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് വീഡിയോ തരംഗമായി അത് മാറി. അഭിനന്ദനവുമായി നിരവധി പേരാണ് എത്തുന്നത്. ചിലയിടങ്ങളിൽ നിന്ന് പാട്ടിന് വിമർശനവും കേൾക്കേണ്ടി വന്നെങ്കിലും കുട്ടികൾക്ക് സന്തോഷം പകരാനായതിന്റെ സംതൃപ്തിയിലാണ് ഈ അധ്യാപിക. ന്യൂസ് 18 തിരൂർ. സഹോദരന്റെ സ്മരണയ്ക്കായി സ്കൂളിൽ ഹൈടെക് ലൈബ്രറി നിർമ്മിച്ച പൂർവ്വ അധ്യാപിക സൈനബ ടീച്ചർ. മലപ്പുറം ചെറുവട്ടൂർ MIMS UP സ്കൂളിലേക്ക് ആയിട്ടാണ് ലൈബ്രറി നിർമ്മിച്ചത്. 10 ലക്ഷം രൂപ ചെലവിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയുള്ളതാണ് ലൈബ്രറി. വർഷങ്ങളോളം പഠിപ്പിച്ച സ്കൂളിൽ നിന്നും പടിയിറങ്ങുമ്പോൾ സഹോദരന്റെ സ്മരണയ്ക്കായി ലൈബ്രറി എന്ന ആശയമാണ് സൈനബ ടീച്ചറുടെ മനസ്സിൽ ഉയർന്നത്. ചെറുവട്ടൂർ MIM UP സ്കൂളിലാണ് 10 ലക്ഷം രൂപ ചെലവിൽ ജനകീയ ഹൈടെക് ലൈബ്രറി കെട്ടിടം പണിഞ്ഞത്. 2019 MP സൈനബ ടീച്ചർ ചെറുവട്ടൂർ സ്കൂളിൽ നിന്നും വിരമിച്ചത്. വിരമിക്കുമ്പോൾ സ്കൂളിനു വേണ്ടി എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന എന്തെങ്കിലും സംഭാവന നൽകണമെന്ന ആഗ്രഹത്തിലായിരുന്നു ടീച്ചർ. അങ്ങനെയാണ് അകാലത്തിൽ മരിച്ച തന്റെ സഹോദരനും പരിസ്ഥിതി പ്രവർത്തകനുമായ MP അബ്ദുള്ളയുടെ സ്മരണയ്ക്ക് ലൈബ്രറി നിർമ്മിച്ചത്. വായനയെ ഏറെ ഇഷ്ടപ്പെടുന്ന, പുസ്തകങ്ങളെ ഏറെ പ്രണയിച്ച, അധ്യാപകരെയും അധ്യാപന ജീവിതത്തെയും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന, ആദരിച്ചിരുന്നൊരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ. എനിക്ക് പിതൃതുല്യം എൻ്റെ 3 ജ്യേഷ്ഠന്മാരിൽ ഒരാളായ അദ്ദേഹം പെട്ടെന്ന് അകാല മരണം വരിച്ചപ്പോൾ അതെനിക്ക് വല്ലാത്ത ഒരു താങ്ങാൻ പറ്റാത്ത ഒരു സംഭവമായി മാറി. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച ആ ഒരു പ്രോജക്റ്റ് നേരെ സ്കൂളിൽ എന്തുകൊണ്ടും ആവശ്യമുള്ള ഒരു ലൈബ്രറി കെട്ടിടം നിർമ്മിച്ചു നൽകുകയായിരുന്നു. 1 ലക്ഷം രൂപയ്ക്കുള്ള പുസ്തകങ്ങൾ മുസ്ലിയാരകത്ത് കുടുംബമാണ് ലൈബ്രറിക്ക് നൽകിയത്. പ്രമുഖ സാഹിത്യകാരനായ സുഭാഷ് ചന്ദ്രനാണ് ലൈബ്രറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. MP അബ്ദുള്ളയുടെ നാമധേയത്തിൽ പണിത ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള കെട്ടിടത്തിൽ 100 കണക്കിന് പുസ്തക ശേഖരമുണ്ട്. വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ലൈബ്രറി ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് 18 ചെറുവത്തൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.